റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. PSC പരീക്ഷാ ക്രമക്കേടിൽ ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ട് ഇന്ന് കൈമാറും. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് കൈമാറുക. ബോർഡ് യോഗത്തിൽ റിപ്പോർട്ട് ചർച്ചയാകും. അതേസമയം ആലപ്പുഴയിൽ ചോദ്യപേപ്പർ മാറി നൽകിയതിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് PSC. ജില്ലാ ഓഫീസറുടെ റിപ്പോർട്ട് ഇന്ന് PSC ചെയർമാന് കൈമാറും. പരീക്ഷാ കേന്ദ്രത്തിന്റെ ചുമതലക്കാരനായ സ്കൂളിലെ ഹെഡ്മാസ്റ്റർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തേക്കും. ആർ റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, PSC പരീക്ഷാ ക്രമക്കേടിൽ ഇന്ന് അന്വേഷണ റിപ്പോർട്ട്, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയ വാർത്തയാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അതിൽ സെക്രട്ടറി ഇല്ല. ആ കമ്മിറ്റിയിലുള്ള ആളുകൾ തന്നെ യാതൊരു ക്രമക്കേടും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലടക്കം കുറിപ്പ് നൽകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കപ്പെടുകയാണ്. മാധു, ഇന്ന് അന്വേഷണ റിപ്പോർട്ട്, അത് ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടാണ്. ഇടക്കാല റിപ്പോർട്ട് ഇന്ന് കൈമാറും. ആ റിപ്പോർട്ട് PSC യോഗം വിശദമായി ചർച്ച ചെയ്യും. തുടർ നടപടികൾ എന്തു വേണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കും. വിശദമായ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് PSC പോവുക. അതേസമയം മറുഭാഗത്ത് SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. SIT ഉദ്യോഗാർത്ഥികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം PSCയിൽ വരുന്നത് ചോദ്യപേപ്പർ മാറി നൽകിയതാണ്. ആലപ്പുഴയിലെ ചോദ്യപേപ്പർ മാറി നൽകിയതിൽ ജില്ലാ ഓഫീസറോട് PSC സെക്രട്ടറി റിപ്പോർട്ട് തേടിയിരുന്നു. ആ റിപ്പോർട്ട് ഇന്ന് അല്പസമയത്തിന് തന്നെ ജില്ലാ PSC ഓഫീസർ PSC ചെയർമാൻ കൈമാറും. ആ റിപ്പോർട്ടും ഇന്ന് ചേർന്ന PSC യോഗത്തിൽ ചർച്ച ചെയ്യും. ഒരുപക്ഷെ അവിടെ പരീക്ഷാ കേന്ദ്രത്തിന്റെ ചുമതലയുള്ള ഹെഡ്മാസ്റ്റർ, അദ്ദേഹമാണ് ഈ പരീക്ഷാ പേപ്പറിന്റെ കെട്ട് മാറി പൊട്ടിച്ചത്. അദ്ദേഹത്തിനെതിരെ ഒരുപക്ഷെ നടപടി ഉണ്ടാകും. പക്ഷേ PSCക്ക് നേരിട്ട് നടപടി സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഹെഡ്മാസ്റ്റർക്കെതിരെ നടപടിയെടുക്കാൻ DPAയോട് ആവശ്യപ്പെടാൻ ശുപാർശ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മറ്റേതെങ്കിലും PSC ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ചോദ്യപേപ്പർ മാറി നൽകിയതിൽ നടപടി വേണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമുണ്ടാകും. മാത്രവുമല്ല, അന്വേഷണത്തിന്റെ ഉത്തരവും ഇന്ന് പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘവുമായി സഹകരിച്ചു പോകാൻ രൂപീകരിച്ച കമ്മിറ്റി PSC സെക്രട്ടറി അറിഞ്ഞിരുന്നില്ല. ഒപ്പം തന്നെ PSC ബോർഡ് അറിയാതെയാണ് കമ്മിറ്റി ചെയർമാൻ രൂപീകരിച്ചത്. അതിൽ PSC സെക്രട്ടറി ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഇപ്പോൾ SIT എല്ലാ കത്തിടപാടുകളും നടത്തുന്നത് PSC സെക്രട്ടറിയുമായിട്ടാണ്. ആ PSC സെക്രട്ടറിക്ക് വരുന്ന എല്ലാ കത്തുകളിലും തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. അതിൽ എന്തുകൊണ്ട് PSC സെക്രട്ടറിയെ മാറ്റി നിർത്തിയെന്ന ചോദ്യം ഇന്ന് PSC യോഗത്തിൽ ഉയരും. അതേസമയം തന്നെ ആ കമ്മിറ്റിയിലെ 9 അംഗ കമ്മിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥ, ചെയർമാൻ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥ സാമൂഹ്യ മാധ്യമത്തിൽ പരീക്ഷാ ക്രമക്കേട് ഇല്ലെന്ന വാദമുയർത്തുകയും ഈ പരീക്ഷാ ക്രമക്കേട് വിവരങ്ങൾ പുറത്തെത്തിച്ച മാധ്യമങ്ങളെ അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയവും ഇന്നത്തെ PSC യോഗത്തിൽ ചർച്ചയാകും. ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം യോഗത്തിൽ ഒരുപക്ഷെ PSC അംഗങ്ങൾ ഉയർത്താൻ സാധ്യതയുണ്ട്. ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഇന്ന് നൽകുന്നത്. SIT അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിൽ ആലപ്പുഴയിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക്